ഹായ് ഓൾ, എൻ്റെ പേര് ഷെൻസി. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ ചില സന്തോഷങ്ങളൊക്കെ നമുക്ക് ഈ ലോകത്തോട് തന്നെ വിളിച്ചു പറയണമെന്ന് തോന്നാറില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ കാരണമുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് വോയിസ് കേൾപ്പിച്ചു തരാം. ഹായ്, എൻ്റെ പേര് ഷിരിന. ഇത് എൻ്റെ മകൾ വൈദ്യാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇരിക്കുകയാണ്. ഞാൻ ഓൺലൈൻ ക്ലാസ്സായ എക്സ്പ്രസ് എന്ന ഒരു ഓൺലൈൻ ക്ലാസ്സിനെ പരിചയപ്പെട്ടു. അതുവഴി ഞാൻ എൻ്റെ മോളെ ഓൺലൈൻ ക്ലാസ് നിർത്തി. ഇതൊക്കെ ഇംഗ്ലീഷ് ആയിരുന്നു ബുദ്ധിമുട്ട്. അക്ഷരം മാത്രമേ അറിയായിരുന്നുള്ളൂ. എയും എ എന്ന അല്ലെ എമ്മും എ എന്ന ഇത് പോലും വായിക്കാൻ അറിയാതെ മോളായിരുന്നു. നമുക്ക് 10 ദിവസം ഒരു മാസത്തെ ക്ലാസ് ആയി ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരാഴ്ച തന്നെ എൻ്റെ മകൾക്ക് മാറ്റി സംഭവിച്ചു. മാറ്റി സംഭവിക്കണം എന്നാൽ ഇവർ ടീച്ചർ ആദ്യം ഒന്ന് നോക്കി മക്കൾ എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കി. അപ്പോൾ 5 വെറും സിമ്പിളായ 5 വാക്ക് ടീച്ചർ ഡിക്റ്റേഷൻ ചെയ്യും. എൻ്റെ മോൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇത് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ടീച്ചർ ഈ ഓൺലൈൻ ക്ലാസ് പങ്കെടുത്തുകൊണ്ട് എൻ്റെ മോൾ ഒരാഴ്ച കൊടുത്ത് നമുക്ക് മാറ്റം വന്നു. ഇപ്പോൾ നന്നായി ഇംഗ്ലീഷ് വായിക്കാൻ ഒന്നും കൊടുക്കണം. ഇപ്പോൾ നല്ലോണം ഇംഗ്ലീഷ് വായിക്കാനും ടൈപ്പ് ചെയ്യാനും എല്ലാം തുടങ്ങി. ഇത് കൊടുക്കാൻ പറയുന്നത് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സ്പ്രസ് ഗ്രൂപ്പിൽ എങ്ങനെ ഇതാക്കാൻ അറിയില്ല. എൻ്റെ മോൾക്ക് നല്ല മാറ്റാണുള്ളത്. അപ്പോൾ എക്സ്പ്രസ് ഗ്രൂപ്പിൽ എത്ര പറഞ്ഞാലും തീരാതെ നന്ദി ഞാൻ പറയുന്നു. ഞാൻ ഹാപ്പിയാണ്. ഹായ്, എൻ്റെ പേര് പ്രിയ. എൻ്റെ മോൻ്റെ പേര് അതുൽ ബിനു എന്നാണ്. ഞങ്ങളിവിടെ പത്തനംതിട്ട ജില്ലയിലാണ് താമസിക്കുന്നത്. മോനെ 4ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മോനെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് ഈ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി എനിക്ക് അറിവ് ഉണ്ടായത്. അങ്ങനെ ഞാൻ മോനെ ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തു. പഠിത്തത്തിൽ വളരെയധികം പുറമോട്ടായിരുന്നു. കാരണം എഴുതുവാനോ വായിക്കുവാനോ നമ്മൾ പറയുന്ന വാക്കുകൾ എഴുതുമൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവന് പുറത്തിറങ്ങിയാൽ ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. അവൻ പുറത്ത് പോയാലൊക്കെ പേര് ചോദിച്ചാൽ പോലും അവന് പറയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിൽ മോനെ ജോയിൻ ചെയ്യിപ്പിച്ചത്. ഫസ്റ്റ് മലയാളം ക്ലാസ്സിലായിരുന്നു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മിസ് നല്ലതായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുകയും അവനിപ്പോൾ എഴുതുകയും വായിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് എന്ന ഓൺലൈൻ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. അതുപോലെ ABCD മാത്രമേ വായിക്കാൻ അറിയുള്ളായിരുന്നു. അത് എഴുതുകയും ചെയ്യും. പക്ഷേ നമ്മൾ വാക്കുകൾ പറയുകയോ അല്ലാതെ നമ്മൾ ഇടയ്ക്കിട്ട് അക്ഷരങ്ങൾ ചോദിച്ചാൽ പോലെ അവന് അറിയില്ലായിരുന്നു. അത് കാരണം എനിക്ക് വളരെയധികം വിഷമമായിരുന്നു. ഇവനെ എങ്ങനെ പഠിപ്പിച്ചെടുത്ത് എങ്ങനെ മുന്നോട്ട് വരും എന്നൊക്കെയുള്ള ചിന്തയും ടെൻഷനും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്ക് വഴി ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിനെ പറ്റി പരിചയപ്പെടുകയുണ്ടായത്. അപ്പോൾ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത് ഇംഗ്ലീഷ് ക്ലാസ് ഫസ്റ്റ് ഓൺലൈൻ ക്ലാസ് പൂർത്തിയായി. ഞാൻ മറുപടി റീജോയിൻ ചെയ്തു. അവന് ഇപ്പം ഒരുപാട് ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്നത് കാരണം ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ സ്വഭാവത്തിലായാലും അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും പഠിത്തത്തിൽ ഒരുപാട് പിന്നോക്കമായിരുന്നു. ഇപ്പോൾ അവന് വായിക്കുകയും ഭയങ്കര ആക്റ്റീവാണ് ആൾ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിനെല്ലാം സഹായിച്ചത് ഷെൻസി മിസ്സാണ്. വളരെയധികം നന്ദി ടീച്ചറെ. ഒരുപാട് താങ്ക്സ്. അവന് ക്ലാസ്സിന് ഇരിക്കുമോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു. കാരണം 1 മണിക്കൂർ മോനെ ഇങ്ങനെ ഇരിക്കുമോ എന്നൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ മിസ്സ് ഒരുപാട് ക്ഷമയോടെ ആ 1 മണിക്കൂർ കൊണ്ട് അവനെ നല്ല എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷം. അവനിപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പഠിത്തത്തിൽ നല്ല ആക്റ്റീവായിപ്പോൾ അവന്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്ക് മറുപടി റിജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ റിജോയിൻ ചെയ്യും. താങ്ക്സ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാപ്പിയെന്ന്? ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ചുറ്റുമില്ലേ, പഠനത്തിൽ പിന്നോക്കമായിട്ട് എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പേര്. ഇങ്ങനെയുള്ള കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് അവരിൽ ഒരു ചെറിയ റിസൾട്ടെങ്കിലും ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതെന്താ പറയുക, ക്യാഷിനേക്കാളും സാലറിനേക്കാളൊക്കെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴും നമുക്ക് അതിലെ സന്തോഷം ഉണ്ടായിരിക്കണം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ ഞാനിപ്പോൾ ഹാപ്പിയാണ് കേട്ടോ. എക്സ്പീരിയൻസിനോട് ഞാൻ താങ്ക് യു പറയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ പാരന്റ്സിനോടാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് അത് വളരെ വലുതാണ്. ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കുട്ടി ഇങ്ങനെ ആയിട്ടുള്ളത്. അത് ഒരിക്കലും ഞാൻ മാത്രമല്ല കാരണം, എക്സ്പീരിയൻസ് മാത്രമല്ല കാരണം, ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെ ഒരുപാട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ. ഈ ഗ്രൂപ്പ് വർക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.